ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഇനോഷ് ചോ. ഒരു പുതിയ ചാനലായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ചാനലിൻ്റെ പേര് എസൻസ് ഓഫ് എ ഗോഡ്ലി മാൻ. ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വെച്ചാൽ എങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് പ്രാവർത്തികമാക്കാം, ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ടോപ്പിക്കുകളായിരിക്കും ഈ ഒരു ചാനലിലൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. നമുക്ക് അറിയാം, ഈ ലോകത്ത് നമുക്ക് മനുഷ്യരായിട്ട് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള റോളുകളായിരിക്കും നമ്മൾ ജനനം മുതൽ മരണം വരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു മകനായിട്ട് ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സഹോദരനായി മാറും, പിന്നീട് ഒരു ഭർത്താവായി മാറും, പിന്നീട് അപ്പനായി മാറും, മുത്തശ്ശനാവും. അങ്ങനെ ജീവിതത്തിൽ പല പല റോളുകളാണ് അവൻ്റെ ജീവിതത്തിൽ അവന് കൈകാര്യം ചെയ്യാനായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ദൈവ പൈതലായിരിക്കെ ഈ കാലഘട്ടങ്ങളിലൂടെയെല്ലാം മകനായിരിക്കെ, സഹോദരനായിരിക്കെ, ഭർത്താവായിരിക്കെ, അപ്പനായിരിക്കെ, അല്ലെങ്കിൽ മുത്തശ്ശനായിരിക്കെ, ഈ കാലഘട്ടത്തിലെല്ലാം അവൻ ചെയ്യേണ്ടുന്നതായ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ ദൈവഹിതപ്രകാരം ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാത്രമേ നമുക്കതിനുള്ള ജ്ഞാനവും ഗൈഡൻസും കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അതിന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ തന്നെ കടന്നു പോകേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം വ്യക്തിപരമായി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറേ കാര്യങ്ങൾ, അതായത് ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കേണ്ടതായ, ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും പ്രാവർത്തികമാക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ശരിക്കും ദൈവത്തിൻ്റെ വചനം ഇല്ലായിരുന്നെങ്കിൽ നമ്മളതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു കുടുംബത്തിൽ ഒരു ഭർത്താവായിരിക്കെ, ഒരു മകനായിരിക്കെ, അല്ലെങ്കിൽ ഒരു അപ്പനായിരിക്കെ എപ്രകാരമായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വെറും പാഴായി പോവുകയാണ്. അപ്പോൾ നമ്മൾ അത് കൂടുതലായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ആവർത്തനം 6:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ വായിക്കാം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇവിടെ ദൈവം വളരെ വ്യക്തമായിട്ടാണ് ഒരു കൽപ്പന ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഒരു പുരുഷനായിരിക്കെ അവന് കൊടുക്കുന്നത്. അവൻ്റെ കുടുംബത്തെ ആ ഒരു വളരെ വ്യക്തമായ രീതിയിൽ എങ്ങനെ നയിക്കാമെന്ന് ഇവിടെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വളരെയധികം പ്രാവർത്തികമായ കാര്യങ്ങളെ കൊണ്ടുവരാൻ പറ്റിയ ഒരു പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ അധ്യായങ്ങളും വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. വളരെയധികം ഉത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല ഗൈഡൻസ് തരുന്ന വാക്യങ്ങൾ ഈ ഒരു സദൃശ്യവാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു വാക്യമാണ് സദൃശ്യവാക്യം 13:1 വാക്യത്തിൽ. അതായത് എങ്ങനെയാണ് ജ്ഞാനമുള്ള ഒരു മകൻ അപ്പൻ്റെ പ്രബോധനഫലം, ഇവിടെ പറയുന്നത് ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധനഫലം എന്നാണ്. ആ ഒരു അപ്പൻ്റെ പ്രബോധനത്തിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ജ്ഞാനമുള്ള മകൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ 22:6 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും ആ വഴി അവൻ വിട്ടുമാറുകയില്ല. ഇത് തന്നെ നമുക്ക് പുതിയ നിയമത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എഫീസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, അത് നിങ്ങൾ സമയത്ത് വായിച്ചാൽ മതി. അതിൽ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് തൻ്റെ ഭവനത്തിൽ എപ്രകാരമായിരിക്കണം. ആ ഒരു ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും പോറ്റിപ്പുലർത്തുകയുമാണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് തന്നെ അതേ കാര്യം തന്നെ മക്കളോട് എപ്രകാരമായിരിക്കണം എന്നുള്ളത് എഫീസ്യർക്ക് എഴുതിയ ലേഖനം 6:4 വാക്യത്തിൽ പറയുന്നുണ്ട്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. വളരെ വ്യക്തമായിട്ടാണ് നമുക്കിതിൽ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംശയം ഉണ്ടാവില്ല, എങ്ങനെയായിരിക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത്, നമ്മൾ അധ്വാനിക്കുന്നത്. ഇതിന് പിന്നിൽ വളരെ അധ്വാനമുണ്ട്, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ ആശയവിനിമയം ചെയ്യണം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും അത് ആ സമയത്ത് തന്നെ പരിഹരിക്കുക, മുമ്പോട്ട് പോവുക. നമുക്ക് എല്ലാ കാര്യങ്ങളും വചനത്തിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. അപ്പോൾ ഇപ്രകാരം ദൈവത്തെ അനുസരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ആ ഒരു കുടുംബത്തിൻ്റെ നന്മ
അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ഫലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സങ്കീർത്തനം 128 അധ്യായത്തിലാണ്. നമുക്കതൊന്ന് വായിക്കാം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. വളരെ വ്യക്തമായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം അനുഗ്രഹിക്കും ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ദൈവത്തെ ആത്മാർത്ഥമായി വിളിക്കുകയും ദൈവത്തെ കണ്ടെത്തുകയും ചെയ്യും. വളരെ വ്യക്തമായിട്ടാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവരെയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിന്റെ ഭക്തന്മാർക്കും എപ്രകാരമാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. വളരെ മനോഹരമായ രീതിയിലാണ് ദൈവം അത് വർണ്ണിച്ചിരിക്കുന്നത്, അല്ലേ? ദൈവം ആ ഒരു കാര്യത്തിൽ വിശ്വസ്തനാണ്. ദൈവം അതിന് കഴിവുള്ളവനാണ്. ദൈവത്തെ നമുക്ക് ആശ്രയിച്ചാൽ മാത്രം മതി. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അനുസരിക്കുക, ആത്മാർത്ഥമായിട്ട് അനുസരിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായി ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തുറന്നുള്ള വീഡിയോകളിൽ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറച്ചും കൂടി ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.